എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഓൺലൈനായി പാൻ കാർഡ് അപേക്ഷ അയച്ചതിന് ശേഷം റിജക്റ്റായി റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാം എന്നാണ്. ഇതിനോടൊപ്പം പാൻ കാർഡുമായി ബന്ധപ്പെട്ട അനക്സർ എയും നോക്കുന്നുണ്ട്. പാൻ കാർഡുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ പാൻ കാർഡ് ഓൺലൈൻ എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 30ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പാൻ കാർഡുമായി ബന്ധപ്പെട്ട കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് UTയും NSDL എന്നീ രണ്ട് വെബ്സൈറ്റുകൾ വഴിയാണ്. ഇവിടെ UTയുടെ വെബ്സൈറ്റാണ് എടുത്തിരിക്കുന്നത്. NSDLൻ്റെ വെബ്സൈറ്റിലും ഇതുപോലുള്ള ലിങ്കുകൾ തന്നെ ഉണ്ടാകും. UT, NSDL, ഇൻകം ടാക്സ് പോർട്ടൽ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് പാൻ 2.0 എന്ന പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നടപ്പിൽ വന്നിട്ടില്ല. പാൻ 2.0യുടെ പ്രോസസ്സും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ്സൈറ്റ് മാറുമെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ UTയുടെ വെബ്സൈറ്റ് വഴിയാണ് നോക്കുന്നത്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ പ്രവേശിച്ച ശേഷം മുകളിൽ പാൻ കാർഡ് സർവീസ് കാണാം. അവിടെ പ്രസ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ ട്രാക്ക് യുവർ പാൻ കാർഡ് എന്നും കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ആദ്യം കൊടുക്കേണ്ടുന്നത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ കൂപ്പൺ നമ്പറാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ലഭിച്ചതാണിത്. തുടർന്ന് അങ്ങോട്ട് അത് കാണിക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുത്താലും മതി. തൊട്ട് താഴെ പാൻ കാർഡ് നമ്പർ കൊടുത്ത് അതിനും തൊട്ട് താഴെ ആപ്ലിക്കൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് അതിനും തൊട്ട് താഴെയായിട്ട് അവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുത്തിട്ട് സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ എന്ന കൂപ്പൺ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. അത് നോട്ട് ചെയ്ത് വെക്കണം. അത് ഇനി നമുക്ക് ആവശ്യമുണ്ട്. തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഉണ്ട്. ഇത് ചേഞ്ച് കറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് അതായിരിക്കും കാണിക്കുക. ഇവിടെ കറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ആപ്ലിക്കൻറ്റിൻ്റെ പേരിൻ്റെ കുറച്ച് ഭാഗങ്ങളും പാൻ കാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റാറ്റസും ഡേറ്റും ഒബ്ജക്ഷൻ റീസണും കാണിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാറ്റസിൽ ആപ്ലിക്കേഷൻ ഈസ് വിത്ത്ഹെൽഡ് ഫോർ പ്രോസസ്സിംഗ് മാർക്ക്ഡ് ഫോർ ഒബ്ജക്ഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസണായിട്ട് ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് റിക്വയർഡ് ഫുൾ നെയിം ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു ഒബ്ജക്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. റിക്വയർഡ് ഫുൾ നെയിം ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുൾ നെയിം അതിൽ വന്നിട്ടുണ്ടാകും. ഫാദറിൻ്റെയും മദറിൻ്റെയും പേരിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രിൻ്റഡ് നെയിം അതുപോലെ ആധാറിലെ കണക്ക് വരികയൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു റിക്വസ്റ്റ് ഇതിനു വേണ്ടി കറക്ഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫാദറിൻ്റെയോ മദറിൻ്റെ ഫുൾ നെയിമിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഏതാണോ ആവശ്യപ്പെടുന്നത് അവരുടെ പേരുണ്ടാകണം. ആ ഒരു പ്രൂഫ് നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ആധാറിലെ ഇനിഷ്യലോട് കൂടിയ പേരാണ് പാൻ കാർഡിൽ വരേണ്ടുന്നത് എന്നുണ്ടെങ്കിൽ ആധാറിലെ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കണം. ആ എക്സ്പാൻഷൻ സ്വാഭാവികമായിട്ടും ഫാദറിൻ്റെയോ മദറിൻ്റെ പേരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടുപേരായിരിക്കും. ഈ ഫാദറിൻ്റെയോ മദറിൻ്റെ പേരോ വീട്ടുപേരോ വരുന്ന ഭാഗം നമ്മളുടെ ID പ്രൂഫിലുണ്ടാകണം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങിയ ഒക്കെ ID പ്രൂഫുകളാണ്. ഈ ID പ്രൂഫിൽ ഇതിൻ്റെ എക്സ്പാൻഷനോട് കൂടിയ ID പ്രൂഫാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പലർക്കും ID പ്രൂഫിൽ ഉണ്ടാകില്ല. ഒന്നുകിൽ പുതിയ വീട്ടുപേരായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവിടെയൊക്കെയാണ് അനക്സർ എയുടെ ഒരു പ്രാധാന്യം വരുന്നത്. അത് തുടർന്ന് നമ്മൾ നോക്കുന്നുമുണ്ട്. നമുക്ക് ഇനിഷ്യലിൻ്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോമാണ് ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്. കഴിഞ്ഞ കറക്ഷൻ വീഡിയോയിൽ ഇതൊക്കെ സൂചിപ്പിച്ചിരുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമ്മൾ ആ കൂപ്പൺ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പഴയതുപോലെ പേജിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം മുകളിൽ പാൻ കാർഡ് സർവീസിൽ പ്രസ് ചെയ്താൽ താഴെ ട്രാക്ക് യുവർ പാൻ കാർഡിൽ പ്രസ് ചെയ്താണ് നമ്മൾ നേരത്തെ മുന്നോട്ട് വന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് അപ്ലൈ പാൻ കാർഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ OK കൊടുക്കണം. തുടർന്ന് നമ്മൾ ഇങ്ങനൊരു പേജിലെത്തും. ഇവിടെ നമുക്ക് ചേഞ്ച് കറക്ഷൻ പാൻ കാർഡ് എന്ന് കാണാം. ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് നമ്മൾ പാൻ കാർഡ് കറക്റ്റ് ചെയ്യാൻ അപേക്ഷിച്ചതും. അതേ ലിങ്കിൽ തന്നെ ചേഞ്ച് കറക്ഷൻ പാൻ കാർഡിൽ തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. അതിനുശേഷം റീജനറേറ്റ് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് കറക്ഷൻ ഉപയോഗിച്ച CSF ഫോം ലഭിക്കുന്നതാണ്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ റഫറൻസ് നമ്പർ രണ്ടിലൊന്ന് കൊടുക്കണം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ, കൂപ്പൺ നമ്പറായിട്ട് ലഭിച്ച ആ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്തും ആപ്ലിക്കൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അതിന് തൊട്ട് താഴെയായി ക്യാപ്ച കോഡും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഉടൻ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ റിക്വയർഡ് ഫുൾ നെയിം ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പോപ്പപ്പ് വിൻഡോയിൽ കാണിച്ചിട്ടുണ്ട്. OK കൊടുക്കുകയാണ്. ഇവിടെ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഫുൾ നെയിം ഐഡൻറ്റിറ്റി പ്രൂഫാണ്. നിങ്ങൾക്ക് എന്താണോ അതവിടെ കാണിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് നേരത്തെ
കറക്ഷൻ സമയത്ത് കാണിച്ച അതേ ഒരു അതുപോലുള്ളൊരു പേജ് തന്നെ ഇവിടെ വരുന്നതാണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. കറക്ഷൻ വീഡിയോ 2 ദിവസത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ ഈ പേജിൻ്റെ താഴെയായിട്ട് എഡിറ്റ് ലിങ്ക് ഉണ്ട്. ആ എഡിറ്റ് ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ കറക്ഷൻ ചെയ്തപ്പോൾ ലഭിച്ചതുപോലെ ഒരു പേജ് ഇവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാൻ കാർഡ് കറക്ഷന് വേണ്ടി ഫിസിക്കൽ മോഡ് അപ്ലൈ ചെയ്തതായിരുന്നു. അവിടെയാണ് ഈ റിജക്ഷൻ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ മോഡും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് ഫെയിലിയർ ആയപ്പോഴാണ് ഫിസിക്കൽ മോഡ് കൊടുത്തത്. ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് അടുത്ത പേജിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് അഡ്രസ്സ് കൊടുക്കാനുള്ള പേജാണ്. നേരത്തെ കൊടുത്തതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആധാറിലെ അഡ്രസ്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെയും പ്രൂഫ് കൊടുക്കേണ്ടി വരും. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തൊട്ട് താഴോട്ട് വന്ന് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ പേജിലും നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിലും നേരത്തെ കൊടുത്തത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇവിടെ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. ഇവിടെ നമുക്ക് ആധാർ ബേസ്ഡ് ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മുകളിലത്തെ ഓപ്ഷൻസിലെല്ലാം ആധാറാണ് കൊടുക്കേണ്ടത്. ഏറ്റവും അവസാനം ഫാദറിൻ്റെ നെയിം പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്താണ് അയച്ചു കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, മെട്രിക്കുലേഷൻ, SSLC, പാസ്പോർട്ട്, റേഷൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയവയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതേഴ്സും ഉണ്ട്. ഇതിൽ അനുയോജ്യമായ ഒന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് എന്താണോ അത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. കറക്ഷന് ഞാൻ ഫിസിക്കൽ മോഡാണ് നേരത്തെ ഓപ്റ്റ് ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ടി വരും. ഈ പേജിൻ്റെ തന്നെ മുകളിലായിട്ട് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുകൊണ്ട് അവിടെ കറക്ഷൻ ഇൻ നെയിം, ചേഞ്ച് ഇൻ നെയിം, അങ്ങനെ 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കറക്ഷൻ ഇൻ നെയിമാണ്. ചേഞ്ച് ഇൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സിലേക്ക് പോകുന്നതാണ്. അവിടെ ചേഞ്ച് ഇൻ നെയിം കൊടുത്താൽ ഗസറ്റ് നോട്ടിഫിക്കേഷനൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാനിവിടെ കറക്ഷൻ ഇൻ നെയിം അത് ആ റൗണ്ട് എനേബിൾ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താഴെയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ആധാറിന് പകരമായിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ഒറിജിനൽ സൈൻഡ് ബൈ MP, MLA ഓർ മുനിസിപ്പൽ കൗൺസിലർ ബ്രാക്കറ്റിൽ അനക്സർ A എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ഒറിജിനൽ സൈൻഡ് ഫ്രം ഗസറ്റഡ് ഓഫീസർ എന്നും കൊടുത്തിരിക്കുന്ന കാണാം. ഇതാണ് നമുക്ക് അനക്സർ A ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. എനിക്കിവിടെ ആധാർ അല്ലാതെ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ആ ഒരു ഓപ്ഷൻ നേരത്തെ തിരഞ്ഞെടുത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ ആധാർ മാത്രമേ കൊടുക്കുവാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഫിസിക്കൽ മോഡ് തിരഞ്ഞെടുത്ത് വന്നതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ടി വരും. അവിടെ ഈ അനക്സർ അയച്ചു കൊടുക്കാവുന്നതാണ്. ഫാദറിൻ്റെയും മദറിൻ്റെയും ശരിയായിട്ടുള്ള ID പ്രൂഫ് ഇല്ലാത്തവർക്ക് ഈ ഒരു അനക്സർ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അനക്സറിനായി ഗൂഗിൾ എടുത്ത ശേഷം പാൻ അനക്സർ A എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ UTIISLൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉള്ള അനക്സർ A നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് ലിങ്കിൽ PDF ഫോർമാറ്റിൽ ലഭിക്കും. കറക്ഷൻ ചെയ്തതിന് ശേഷം അയച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, റിജക്ഷന് ശേഷം അയച്ചു കൊടുക്കുന്നതിനേക്കാളും. മുകളിൽ ടൈറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MP, MLA, ഗസറ്റഡ് ഓഫീസർ തുടങ്ങിയ അനക്സർ A തുടങ്ങിയവർ ഒപ്പിടേണ്ട അനക്സർ A എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മളിത് ഫിസിക്കൽ മോഡായതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്, 2 ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. അതേ ഫോട്ടോ തന്നെ ഇവിടെ ഒട്ടിക്കണം. ഒട്ടിച്ചത് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഫോട്ടോയുടെ താഴെ സെൻട്രലിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് വരത്തക്കവണ്ണം ഈ പറഞ്ഞ MP, MLA, മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ഒപ്പിടണം. എന്നിട്ട് റൗണ്ട് സീലും ഒക്കെ അവിടെ പതിക്കേണ്ടതുണ്ട്. റൗണ്ട് സീലും സ്ക്വയർ സീലും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം I hereby എന്നുള്ളിടത്ത് ആപ്ലിക്കൻ്റെ പേര് അതേപോലെ തന്നെ കൊടുക്കുക. പാൻ കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വരേണ്ടുന്ന പേര്, ആധാറിലൊക്കെ ഉള്ള പേര് അതേപോലെ കൊടുക്കുക. അതിനുശേഷം ആരുടെയാണോ ഡോട്ടർ ഓഫ് സൺ ഓഫ് എന്നുള്ളൊരു കോളമുണ്ട്. അവിടെ ആരുടെയാണോ ID പ്രൂഫ് നമ്മുടെ കൈവശം ഇല്ലാത്തത്, രേഖയില്ലാത്തത്, ആ ആളിൻ്റെ പേര് കൊടുക്കുക. ഫാദറിൻ്റെ ആണെങ്കിൽ ഫാദറിൻ്റെ കൊടുക്കുക, മദറിൻ്റെ ആണെങ്കിൽ മദറിൻ്റെ കൊടുക്കുക. ഏതാണോ ആവശ്യമുള്ളത് അത് കൊടുക്കണം. അതിനുശേഷം താഴെ നെയിം എന്നുള്ളത് മുകളിൽ കൊടുത്ത പേര് അതേപോലെ കൊടുക്കാം. തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം എന്നുള്ളത് കറക്റ്റായിട്ട് പാൻ കാർഡിലുള്ളത് കൊടുക്കുക. മാരീഡ് ലേഡി ആണെങ്കിലും ഫാദറിൻ്റെ പേര് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലും പാൻ കാർഡിലും ഒക്കെ ഉള്ളത് അതേപോലെ കൊടുക്കുക. അതിന് റെസിഡൻസ് അഡ്രസ്സ് നമ്മൾ നേരത്തെ കൊടുക്കുക. ആധാറിലുള്ള റെസിഡൻസ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഒന്നിലധികം അഡ്രസ്സിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത് ഗസറ്റഡ് ഓഫീസറാണ്, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ MP, MLA, മുനിസിപ്പൽ കൗൺസിൽ അവരാണ് ഇത് ഫില്ല് ചെയ്യേണ്ടുന്നത്. അടുത്ത ഓഫീസ് അഡ്രസ്സ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുള്ളവർ കൊടുത്താലും മതി. പിന്നീടുള്ളത് പ്രീവിയസ് നെയിം. അവിടെ ഇൻ കേസ് ഓഫ് ചേഞ്ച് ഇൻ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചേഞ്ച് ഇൻ നെയിം അല്ല കൊടുത്തിരിക്കുന്നത്, കറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് പാൻ കാർഡിൽ ഇപ്പോൾ നിലവിലുള്ള പേരെന്താണോ അത് അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
തൊട്ട് താഴെ ഡീറ്റെയിൽസ് ഓഫ് ഇഷ്യൂർ ഓഫ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ MP MLA അവരുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ട് താഴെ കൊടുക്കേണ്ടത്. ഓഫീസ് അഡ്രസ്സ് വേണം, ഓഫീസ് സീൽ വേണം, അതുപോലെ സിഗ്നേച്ചർ, ഫുൾ നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റും ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ കൊടുക്കണം. എന്നിട്ട് ആ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് ഈ ഫോമിനൊപ്പം അയച്ചു കൊടുക്കുകയും വേണം. മൊബൈൽ നമ്പർ, ഓഫീസറുടെ മൊബൈൽ നമ്പരും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്, പ്ലേസും ഡേറ്റും ഒക്കെ കൊടുക്കണം. അങ്ങനെ ഈ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഓഫീസറുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പിയും കൂടെ വെച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സിനൊപ്പം അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തിരിച്ച് നമുക്ക് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോം ഫില്ല് ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്, കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോവുക മാത്രമേ ഉള്ളൂ. ഇവിടെ പേയ്മെൻ്റ് ഒന്നുമില്ല. ഇതോടുകൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ നിന്ന് അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യം കറക്ഷനിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഫോം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഫോമിൽ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിൽ ഒരിക്കൽ കൂടി പറയാം. രണ്ട് ഫോട്ടോ ഒട്ടിക്കണം. ഇടത് സൈഡിലുള്ള ഫോട്ടോയിൽ നേരത്തെ ചെയ്ത പോലെ സെൻട്രലിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് കിടക്കത്തക്കവണ്ണം ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഒപ്പിടണം. വലത് സൈഡിൽ താഴെയായിട്ട് ഒപ്പിടാനുള്ള കോളമുണ്ട്. അതുപോലെ രണ്ടാമത്തെ പേജിലും അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ എടുക്കുന്ന പേജിലും താഴെയായി ആപ്ലിക്കൻറ്റിൻ്റെ ഒപ്പിടാനുള്ള കോളമുണ്ട്. ഈ ഒപ്പുകളെല്ലാം ഇട്ട് അയച്ചു കൊടുക്കുകയാണ്, പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫിസിക്കൽ മോഡ് ആയതുകൊണ്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇതിനോടൊപ്പം ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്ത് അയക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഫോമുകൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഹോം പേജിൽ തന്നെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. സദേൺ റീജിയനിലുള്ളവർക്ക് ചെന്നൈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.